എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജിൻഷ ഗംഗ. ജിൻഷ ഗംഗയാണ് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, പി എസ് ശ്രീധരൻപിള്ള. പി എസ് ശ്രീധരൻപിള്ളയ്ക്കാണ് തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത്. 2026 വനിതകൾക്ക് മാത്രമായി നൽകപ്പെട്ട ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? 2026 വനിതകൾക്ക് മാത്രമായി നൽകപ്പെട്ട ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗ്രീൻ നൊബേൽ. ഗ്രീൻ നൊബേലാണ് 2026 വനിതകൾക്ക് മാത്രമായി നൽകപ്പെട്ട ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം അറിയപ്പെടുന്നത്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ്? 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ CH ശ്രീനിവാസറാവു. ഡോക്ടർ CH ശ്രീനിവാസറാവുവിനാണ് 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത്. UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നടി ആരാണ്? UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നടി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഋതുപർണ സെൻഗുപ്ത. ഋതുപർണ സെൻഗുപ്തയ്ക്കാണ് UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നടി. ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, ജോജു ജോർജ്. ജോജു ജോർജിനെയാണ് ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, എൻ പ്രഭാകരൻ. എൻ പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത്. 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരെല്ലാം? 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ, പാർവീൻ ഷെയ്ഖ്, ബർഹ സിബ്ബ. പാർവീൻ ഷെയ്ഖും ബർഹ സിബ്ബക്കുമാണ് 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ ആരാണ്? 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലാസ്റ്റേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലേസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കൽപ്പന സോറൻ. കൽപ്പന സോറനാണ് 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലേസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത്. പ്രമുഖ സാമൂഹിക പ്രവർത്തകയ്ക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രമുഖ സാമൂഹിക പ്രവർത്തകർക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ സുനിത കൃഷ്ണൻ. സുനിത കൃഷ്ണനാണ് പ്രമുഖ സാമൂഹിക പ്രവർത്തകർക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത്. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ഗെർഡ് ഫാൾട്ടിങ്സ്. ഗെർഡ് ഫാൾട്ടിങ്സിനാണ് 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത്. 2025 നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത് ഏത് പുസ്തകമാണ്? 2025 നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായ പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ ആണ് 2025 നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായ പുസ്തകം. 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ. 98ാമത് ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? 98ാമത് ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കൽ ബി ജോർദാൻ. മൈക്കൽ ബി ജോർദാനാണ് 98ാമത് ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജെസ്സി ബക്ലി. ജെസ്സി ബക്ലിയാണ് 98ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനുമുള്ള അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനുമുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കെ പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ്. കെ പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ് ആണ് 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും ഒറിജിനൽ ഗാനത്തിനും അവാർഡുകൾ നേടിയ സിനിമ. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അമ്മ അറിയാൻ. അമ്മ അറിയാനാണ് 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലാണ് BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹരായത്. ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി ഏതാണ്? ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന
ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കെ ഫോൺ. കെ ഫോണാണ് ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി.